ഹായ് ഫ്രണ്ട്സ്, എന്തിനാണ് മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻ കറിയെ ഇന്നലെ അർദ്ധരാത്രി പോലീസ് വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടുപോയത്? സ്ത്രീയെ അപമാനിച്ചതിന് അവൾ പരാതി കൊടുത്തുവന്നു, അതുകൊണ്ടാണ്. എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഞാൻ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല, ആ സ്ത്രീയുടെ വിശദാംശങ്ങൾ കടക്കുന്നു ആഗ്രഹിക്കുന്നുമില്ല. കാരണം ആ കേസിൽ അവർക്കിരയും ഷാജൻ കറിയ പ്രതിയുമാണ്. എന്നാൽ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ പേരിലല്ല മറുനാടനെതിരെ കേസെടുത്തത്. വാസ്തവത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിനിരയായ മറുനാടൻ നടത്തിയ സന്ധിയില്ല സമരത്തിൻ്റെ തുടർച്ചയാണ് ഈ കള്ളക്കേസ്. തൃശ്ശൂർ വെങ്കടേശ് സ്വദേശിയായ ഷിഹാബ് എന്ന ഒരു വ്യക്തി, തട്ടിപ്പുകാരൻ, അയാൾ തൻ്റെ പേരിനൊപ്പം ഡോക്ടറേറ്റ് എന്ന് ചേർത്ത് കൈരളി ചാനലിൻ്റെ അവാർഡ് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രി പിണറായിയുടെ സാന്നിധ്യത്തിൽ കയ്യിൽ നിന്ന് വാങ്ങി അതിൽ വെച്ച് 100 കണക്കിന് പാവപ്പെട്ട പ്രവാസികളെ കബളിപ്പിച്ചു. വയനാട് ബാണാസുരസൻ അണക്കെട്ടിന് സമീപം കെൻസ ഇൻ്റർനാഷണൽ എന്ന പേരിൽ ഒരു വില്ല സമുച്ചയം പണിയുന്നു എന്ന പേരിലായിരുന്നു ആദ്യം അയാൾ തട്ടിപ്പ് നടത്തിയത്. ആളുകളിൽ നിന്നും പണങ്ങൾ വാങ്ങി വർഷങ്ങൾക്ക് ശേഷം വില്ല പണിഞ്ഞു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അതേ സ്ഥലത്ത് അയാൾ ദുബായി പോയി കെൻസ വെൽസൺ എന്ന പേരിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പണം വാങ്ങി ആൾക്കാർക്ക് എഴുതി കൊടുത്ത ഇതേ സ്ഥലത്ത് വെച്ച് കെൻസ ബെൽസ് എന്ന പേരിൽ ഇയാൾ വീണ്ടും പിരിവ് നടത്തി, തട്ടിപ്പ് നടത്തി. ഇതിനെതിരെ പണം മുടക്കിയവർ കേസിന് പോയി. കേസിൽ തെളിവുകൾ കണ്ടെത്തി പഞ്ചായത്ത് അധികാരികൾ CPM അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതിനെയൊക്കെ മറികടന്ന് പണം നഷ്ടപ്പെട്ട നിരവധി പേർ കേസ് നടത്തി വിജയിക്കുന്നു. ഇയാളുടെ സ്വത്തുവകകളെല്ലാം അറ്റാച്ച് ചെയ്യുന്നു. ഇയാൾ കേരളത്തിലേക്ക് വരുന്നില്ല. ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുമ്പോഴൊക്കെ ഇവർ കോടതികളെ സമീപിച്ച് കേസെടുപ്പിക്കുന്നു. അങ്ങനെ 1000 സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകളിലും പ്രതിയാകുന്നു ഈ ഷിഹാബ് എന്ന തട്ടിപ്പുകാരൻ. ഇതിനെതിരെ ഇയാൾ ദുബായ് കേന്ദ്രീകരിച്ച് അർമാനി ക്ലിനിക് എന്ന പേരിൽ മറ്റു ചില തട്ടിപ്പുകളും തുടങ്ങി. ബുർജ് ഖലീഫയിൽ വസന്തിയുണ്ട്, അവിടെയാണ് വാസു എന്നെല്ലാം പറഞ്ഞ് ഇയാൾ പാവപ്പെട്ട അനേകായിരം കബളിപ്പിച്ചെടുത്തു. ഇയാൾക്കെതിരെ നിരന്തരമായി മറുനാടൻ വാർത്ത കൊടുത്ത് ഇയാളുടെ തട്ടിപ്പുകൾ പുറം ലോകം എത്തിച്ചു. അങ്ങനെ അനേകം ചതിക്കുഴി നിന്നും രക്ഷപ്പെട്ടു. ഇയാളുടെ തട്ടിപ്പിന് കൂടെ പിടിച്ച ഒരു സ്ത്രീയെക്കുറിച്ചും വാർത്ത ചെയ്യാൻ നിർബന്ധരായി. ആ സ്ത്രീ എങ്ങനെ കബളിക്കപ്പെട്ടു, തട്ടിപ്പിന് ഇരയായി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പോലീസ് അവഗണിച്ച പശ്ചാത്തലത്തിൽ ഈ ഇരയായവരോട് സംസാരിച്ച് അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് അവരും ഈ സ്ത്രീയും തമ്മിലുള്ള നിരവധി സംഭാഷണങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ, ഓഡിയോ ക്ലിപ്പുകൾ എല്ലാം ശേഖരിച്ച് തെളിവാക്കി വെച്ചിട്ടാണ് മറുനാടൻ വാർത്ത കൊടുക്കുന്നത്. ആ സ്ത്രീയുടെ ഇടപെടലിലൂടെ അനേകായിരം പണം നഷ്ടപ്പെടാൻ കാരണമായത്. ഈ തട്ടിപ്പുകാരനായ ഷിഹാബ് കുറിച്ച് മിണ്ടാതെ ഈ സ്ത്രീ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ഈ പരാതി അടിസ്ഥാനത്തിൽ സ്ത്രീത്തെ അപമാനിച്ചു എന്ന പേരിലാണ് കേസെടുക്കുന്നത്. ദുബായ് വ്യവസായ എന്നൊക്കെ വാർത്ത എഴുതുമ്പോൾ അവർ എന്ത് വ്യവസായം നടത്തി, അവർക്ക് എന്ത് ബിസിനസ് ഉണ്ട്, അവരെങ്ങനെയാണ് ഷിഹാബ് തട്ടിപ്പുകാരുമായി ചേർന്ന് നിൽക്കുന്നതെന്ന് പരിശോധിച്ചേ ഇല്ല. ദുർബലരായ മനുഷ്യരുടെ കണ്ണുനീർ തുടക്കുക മറുനാടിൻ്റെ പ്രഖ്യാപന നയമാണ്. അതും നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്. പ്രത്യേകമായി മറുനാടൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം വ്യാജ പരാതികൾ ഉണ്ട്, സ്വാഭാവികമാണ്. ആ പരാതികളിൽ പോലീസ് കാട്ടുന്ന അമിത അവകാശം പണം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് പോലീസ് ഒരിക്കലും എടുക്കാറില്ല. ഈ സ്ത്രീക്കെതിരെ മാസങ്ങൾക്ക് മുമ്പ് പണം നഷ്ടപ്പെട്ടവർ പരാതി കൊടുത്തിട്ട് പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഷിഹാബ് എന്ന തട്ടിപ്പുകാരനെതിരെ പണം നഷ്ടപ്പെട്ടവർ അനേകം പരാതികൾ കൊടുത്തിട്ട് കോടതി പറഞ്ഞിട്ടാണ് പോലീസ് കേസെടുത്തത്. അതുവരെ സിവിൽ കേസ് എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. ഒടുവിൽ തട്ടിപ്പിനിരയായ എണ്ണം പെരുകിയപ്പോൾ കേരള പോലീസിന് ഇയാൾക്കെതിരെ പല കേസുകളും എടുക്കേണ്ടി വന്നു. ഇയാൾക്കെതിരെ പോലീസ് ലുക്കപ്പ് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചിരുന്നു. സംശയമുള്ളവർ കാണുക, ഷിഹാബ് എന്ന തട്ടിപ്പുകാരനെതിരെ കേരള പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ലുക്കപ്പ് നോട്ടീസാണിത്. എന്ന് വെച്ചാൽ ഷിഹാബ് ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ ഇറങ്ങിയാലും അയാളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടക്കുക നിയമമുണ്ട്. ഒരു കേസിലല്ല, അനേക കേസുകളിലും പ്രതിയാണ് അയാൾ. ഇതിനിടെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അർമാനി ക്ലിനിക്കിൻ്റെ പേരിൽ ഒരു UI വനിതയെ ഇയാൾ കബളിക്കപ്പെടുന്നു. ആ വനിതയുടെ പരാതിയിൽ UI പോലീസ് ഇയാളെ ഷാർജയിൽ നിന്നും
കഴിഞ്ഞ ഫെബ്രുവരി അറസ്റ്റ് ചെയ്യുന്നു. ആഴ്ചകളോളം ഇയാൾ ജയിലിലായിരുന്നു. പല ജയിലുകളിലും മാറി മാറി ഇയാൾ ഒടുവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പുറത്തിറങ്ങിയ ഷിഹാബ് സാ തട്ടിപ്പുകാരൻ പ്രേരണയിലാണ് തട്ടിപ്പിന് കൂടെ പിടിച്ച കൂട്ടുനിന്ന സ്ത്രീ ചില CPM നേതാക്കൾ പിന്തുണയോടെ മറുനാടനെതിരെ വന്നത്. മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ടാണോ ഈ ഓപ്പറേഷൻ നടത്തിയെന്നോ ഒരു ഗ്യാരണ്ടിയില്ല. 2023 മുതൽ 2 ഡസനോളം കള്ളക്കേസുകളെടുത്ത് മറുനാടനെ നിശബ്ദനാക്കി ജയിലടച്ച് ശ്രമിച്ച പരാജയപ്പെട്ട ഒരു പിണറായി വിജയൻ അത്തരം ഒരു മണ്ടത്തരം കാണിക്കുമോ എന്നോ എനിക്ക് വിശ്വാസമില്ല. അത്ര ഒരു മണ്ടനായിരുന്നെങ്കിൽ പിണറായി 2ാം തവണ മുഖ്യമന്ത്രി വരുമായിരുന്നില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും മറുനാടനെ ആക്രമിച്ചത്? പല സാധ്യതകളും ഉണ്ടാകും. ഏറ്റവും ആദ്യത്തെ സാധ്യത വിലയിരുത്തപ്പെടുന്നത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നപ്പോൾ അവിടെ പുറത്താക്കപ്പെട്ട UK പ്രവർത്തിച്ച ഒരു ഇടനിലക്കാരനുണ്ട്. അയാളുടെ തട്ടിപ്പുകാർ കുറിച്ച വാർത്തകൾ പകവീട്ടുന്നു വേണ്ടി അയാൾ ദുബായി പോയി ഷിഹാബ് കൂട്ടരെ കണ്ട് അയാൾക്ക് പോലീസിനുള്ള ഉന്നത പിടിപാട് ഉപയോഗിച്ച് അയാൾ ഓപ്പറേഷൻ ചെയ്തതായിരിക്കാം എന്ന് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം പോലീസ് വീട്ടിലെത്തി ഇതാ ഒരു കുരുക്ക് വീഴുന്നു, ഞങ്ങൾക്കുമുണ്ട് സമയം എന്ന് പോസ്റ്റ് ഇട്ടതെന്ന് തോന്നുന്നു. മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞ വ്യവസ്ഥകൾ വിധേയമായി കേസ് നടത്തുക എന്നത് മാത്രമാണ് മറുനാടന് മുമ്പിൽ ഉള്ളത്. മറുനാടൻ ജയിലാവെന്ന് കരുതിയ ചിലർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മറുനാടനെ പൂട്ടിക്കെട്ടാനും നിശബ്ദ ആക്കാനും സാധ്യമല്ലെന്ന് ഇവർക്കറിയാം. എങ്കിലും കാത്തിരുന്നത് ഒരു ദിവസമെങ്കിലും മറുനാടൻ ഷാജനെ ജയിലിൽ അടക്കണമെന്ന മോഹത്തോടെയായിരുന്നു. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ഒരുക്കിയ കെണികളെല്ലാം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ നീതിന്യായ കോടതിയിൽ നീതി ലഭിച്ചതോടുകൂടി അതെല്ലാം പുറത്തായി. അദൃശ്യനായ ദൈവത്തിനായ കരങ്ങൾ എപ്പോഴും മറുനാടൻ ഒപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെയും അനുഗ്രഹവും മറുനാടനും ഉണ്ട്. അതുകൊണ്ടാണ് മറുനാടൻ എല്ലാ കേസുകളും ജാമ്യം റദ്ദ് ചെയ്യപ്പെടുന്നത്. മറുനാടൻ അഴി എണ്ണും എന്ന് പ്രേക്ഷകരുടെ നുണ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനും കൈരളി ചാനലിനും തലയിൽ മുണ്ടിട്ട് തിരിച്ചു പോവേണ്ടി വന്നത്. അതേ മറുനാടനെ പൂട്ടാനുള്ള പിണറായി പോലീസിൻ്റെ മറ്റൊരു അധ്യായം കൂടി ലക്ഷ്യത്തിലെത്താതെ ഇല്ലാതായി തീർന്നിരിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.